വിജയ്ക്കെതിരെ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അതായത് ഇഫ്താറിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിജയ് ഒരു ഈ പെരുന്നാളുമായിട്ട് അനുബന്ധിച്ചിട്ട് ഇഫ്താറിൽ പങ്കെടുത്തു എന്നുള്ള കുറ്റം ചുമത്തിയാണ് വിജയ് ബീറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിച്ചു. ഇതാണ് കഥ. ഇങ്ങനെ ചിത്രീകരിച്ച ആളാണ്. ഇയാൾക്ക് ഇഫ്താറിലേക്ക് മദ്യപാനികളെ ചൂതാട്ടക്കാരെയും കൊണ്ടുവന്നു, രാഷ്ട്രീയ ഉപയോഗത്തിനായി മുസ്ലിങ്ങളുടെ വികാരത്തെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ വിജയ്ക്ക് അത് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മാതിരി പരിപാടികളാണ് വിജയ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാളിന്റെ സമയത്താണെന്ന് തോന്നുന്നു ചെന്നിട്ട് ഈ നമാസിലൊക്കെ പങ്കെടുക്കുന്നു. നമാസ് എന്ന് അറിഞ്ഞുകൂടാ, അതിന്റെ കൂടെ ചെന്ന് അവരുടെ കൂടെ കാണിക്കുന്നു, തെറ്റായിട്ടൊക്കെ നമാസ് ചെയ്യുന്നു, ഈ മറ്റേ സ്കൾ ക്യാപ്പൊക്കെ വെച്ചിട്ട്. എന്തിനാണ് ഈ നാണം കെട്ട പരിപാടിക്ക് പോകുന്നതെന്നാണ് എനിക്കറിയാനുള്ളത്. അവരവരുടെ വിശ്വാസത്തിൽ അവരവർ ഇരുന്നാൽ പോരെ. അവരോട് നമുക്ക് വിരോധമില്ല, അവരുമായിട്ട് ഒന്നിച്ച് പോകാൻ താല്പര്യമുണ്ട്, അവരുടെ വോട്ട് വേണം എന്നൊക്കെ പറയണമെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞാൽ പോരെ. ഇവിടെ ഏതെങ്കിലും നേതാക്കൾ ഇങ്ങനെ പോയി ഷോ കാണിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇരിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ വിജയ് സുരേഷ് ഗോപി പോകുന്നില്ലേ എന്ന് ചോദിക്കും. സുരേഷ് ഗോപി പോകുന്നുണ്ട്. സുരേഷ് ഗോപി നിസ്കാരത്തിൽ പങ്കെടുക്കാനൊന്നും പോയില്ല, കഞ്ഞി കുടിക്കാനേ. ഒരു കഞ്ഞി കുടിച്ചു, അത്രേ ഉള്ളൂ. അതിനെന്തെല്ലാം പറഞ്ഞത് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനെന്താ സുരേഷ് ഗോപി കഞ്ഞി കുടിച്ചതിന് എന്താ കുഴപ്പം? എനിക്കത് മനസ്സിലാകുന്നില്ല. സുരേഷ് ഗോപി കഞ്ഞി കുടിക്കാൻ പാടില്ല. അതെ, ഇവർക്കെല്ലാവരും കഞ്ഞി കുടിക്കാൻ കുഴപ്പമില്ല. കാരണം വിജയ് മോദി വിരോധിയാണ്, കേന്ദ്ര സർക്കാർ വിരോധിയാണ്, BJP വിരോധിയാണ്. അതുകൊണ്ട് വിജയ്ക്ക് കഞ്ഞി കുടിക്കാം. ഇനി കുരുത്തോല, പിന്നെ ക്രിസ്ത്യാനികളുടെ കുരുത്തോല ചടങ്ങുണ്ടല്ലോ, പെരുന്നാൾ, അതിൽ പങ്കെടുക്കാം, അതിൽ പ്രശ്നമില്ല. കാരണം വിജയ് മോദി വിരോധിയാണ്, കുർബാനയെ കഴിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ സുരേഷ് ഗോപി പങ്കെടുത്ത സുരേഷ് ഗോപി BJP കാരനാണ്, മോദിയുടെ പാർട്ടിയാണ്, സംഘിയാണ്. അതുകൊണ്ട് വിജയ്ക്ക് സുരേഷ് ഗോപിക്ക് അഹങ്കാരമുണ്ട്, ധാർഷ്ട്യമുണ്ട്. ഒരു മാധ്യമപ്രവർത്തക പറഞ്ഞത് അദ്ദേഹം മുട്ടിലെഴുയുകയെന്നാണ്. അത് ഇതൊക്കെയാണ് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള വർഗീയത ആർക്കാണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകും. വിജയ് ഈ പറയുന്ന ഈ താങ്ങാൻ പോയിട്ട് എന്തായി അവസാനം ഫത്വ കിട്ടിയിരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന്. അതായത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണത്. ഇസ്ലാം അല്ലാതെ ഒന്നിനെ അംഗീകരിക്കില്ല. അവരില്ലേ പറയാം, കുഴപ്പമില്ല, കേക്ക് മുറിച്ചതിൻ്റെ വിവാദം തന്നെ നമുക്കറിയാം. നിങ്ങൾ ആയിക്കോളൂ, പക്ഷേ ഇസ്ലാമിനകത്ത് അത് വേണ്ട. ഇവിടെ നോമ്പെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പ് വന്നപ്പോഴത്തേക്കും നോമ്പെടുത്ത ഹിന്ദുക്കളുണ്ട്. അമ്പലത്തിൻ്റെ വളപ്പിനകത്ത് വെച്ചിട്ട് ഇഫ്താർ നടത്തി നോമ്പ് തുറ സംഘടിപ്പിച്ചവരുണ്ട്. എന്താ വിഷുവിനൊന്നും കണ്ടില്ലല്ലോ. ഈ ദുഃഖവെള്ളി വരുന്നു, ഈസ്റ്റർ വരുന്നു, കാണുമോ ഇതൊക്കെ? അതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിന് അനിസ്ലാമികമായിട്ടുള്ളതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ്. ഇപ്പം നമ്മൾ ഒരു പ്രസാദം കൊണ്ടുവന്ന് കൊടുത്തു നോക്കണം, ഒരു മുസ്ലിം ആണെങ്കിൽ കഴിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് അത് ഷിർക്ക് എന്ന് പറയും. അത് അനിസ്ലാമികമാണ്. മറ്റൊരാളുടെ ആരാധനയുടെ ഭാഗമാകാൻ പാടില്ല, മറ്റൊന്നിനെ ആരാധിക്കാൻ പാടില്ല. അവർ പറയുന്നത് തന്നെ, അവർ വാങ്ക് വിളിക്കുന്നത് തന്നെ ഇതാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മറ്റൊന്നിനെ അംഗീകരിക്കാൻ പാടില്ല. അത് അങ്ങനെ പറയുന്ന ഒരു സമുദായത്തിൻ്റെ അങ്ങനെ ഒരു ഗ്രൂപ്പിനൊപ്പം എന്തിനാണ് വിജയ് പോകുന്നത്? വിജയ്ക്ക് വിജയിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പോലെ, ഞാൻ ഓക്കെ നിങ്ങളുടെ കൂടെ, നിങ്ങൾ അവിടെ നിന്നോളൂ, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, മാന്യമായിട്ട് ചെയ്യാം. ഈ നാണംകെട്ട പരിപാടിക്ക് പോയതിൻ്റെ ഫലമാണ് വിജയ്ക്ക് കിട്ടിയതെന്ന് എനിക്ക് പറയാവുള്ളൂ. കാരണം വിജയെ കുറ്റപ്പെടുത്തി ബീറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ തീവ്രവാദികളെ പിന്നെ ചിത്രീകരിക്കും. പിന്നെ എങ്ങനെ ചിത്രീകരിക്കണമെന്നാണ്? അവർക്ക് കുറി ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവർ കൊന്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീവ്രവാദിയുടെ അങ്ങനെ ഒരു സ്വഭാവമുള്ള കമ്മ്യൂണിറ്റി അല്ലല്ലോ ബാക്കിയുള്ളത്. ഈ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ തീവ്രവാദികളായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുകയാണ്. അൽ-ഖ്വയ്ദയെ കാണുന്നു, താലിബാനെ കാണുന്നു. ഇവർ തീവ്രവാദ സ്വഭാവമുണ്ട്, അവർ തീവ്രവാദികളാണ്. ഈ തീവ്രവാദ സംഘടനയിലുള്ള അവർ മുസ്ലിങ്ങളുമാണ് ആണല്ലോ. അപ്പൊ സത്യമല്ലേ പറഞ്ഞുള്ളൂ, അതിലെന്തെങ്കിലും കള്ളമുണ്ടോ? മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് തീവ്രവാദികളായിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ സിനിമയും കൂടെ എടുത്തത് കൊണ്ട് വിജയിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നാണ് എനിക്ക് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ സങ്കുചിത്വത്തിനെ വളം വെച്ച് കൊടുക്കുന്നവരാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ശരി തന്നെ. ഇതിപ്പോൾ വിജയ്ക്ക് കിട്ടിയൊരടി, ഇനി നാളെ സ്റ്റാലിനായാലും ശരി തന്നെ. സ്റ്റാലിൻ ദൈവവിശ്വാസിയല്ല, കാഫറാണെന്ന് പറഞ്ഞാലേ. ഇനി കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ പാർട്ടികളായിട്ടുള്ള സംഘടനകൾ, മുസ്ലിം ലീഗ് ആയാലും INL ആയാലും ഇങ്ങനെയുള്ള സംഘടനകളായിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തോതൊന്ന് വർദ്ധിച്ചാൽ ഈ പറയുന്ന വിഭാഗങ്ങളുടെ സൈസ് ഇല്ലെങ്കിൽ അവരുടെ ഒരു എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താവും? അവരുടേതായിട്ടുള്ള നിലപാടുകൾ വരും. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ നിലപാടല്ലാത്തവർ മാറി നിൽക്കുക. ആ ഒരു ഫത്വ ഇവിടെ കൂടെ കൊണ്ടുവന്നാൽ അവസാനമായില്ലേ?
ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെ വളം വെച്ച് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. വിജയ്ക്ക് കിട്ടേണ്ടത് വിജയ് കൈയോടെ ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ ചില ആൾക്കാർക്ക് കൂടെ ഇമാതിരി പണി കിട്ടിയാലേ ചിലർ പഠിക്കൂ എന്നുള്ളതുണ്ട്. അല്ല, ഞാൻ പറയുന്നത് വിജയ് ഇപ്പോഴും ചില സുരേഷ് ഗോപിയുടെ ചില മാനറിസങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് സുരേഷ് ഗോപി ഇപ്പോഴും ഭരത്ചന്ദ്രനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ചില അവസരങ്ങളിൽ. അതുപോലെയാണ് വിജയും സിനിമാ ലോകത്ത് നിന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. വിജയുടെ മാനറിസം, വിജയ് പറയുന്ന വാക്കുകൾ, കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനെ വിജയ്ക്ക് ശോഭിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സിനിമാ നടൻ ഓക്കെ, ഇപ്പൊ വിജയ് ഇതിലേക്ക് ഇറങ്ങിയത് സിനിമയിലെ കുറെ ഡയലോഗുകൾ, സിനിമയിലെ കുറെ കാര്യങ്ങൾ, അതൊന്നും അല്ല രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ ഇപ്പോഴും വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് വിജയുടെ പല പ്രസംഗങ്ങളും വിജയുടെ പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ 4 വോട്ടിന് വേണ്ടി സാധാരണക്കാർ കാണിക്കുന്നതിനും തരം താഴ്ന്ന പരിപാടികളാണ് വിജയ് പലപ്പോഴും കാണിക്കുന്നത്. ഇപ്പോ ജസ്ന സലീം തട്ടയിട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ കിടന്ന് ഈ ഷോ ഓഫ് നടത്തുന്നു, കൃഷ്ണന്റെ പടം വരച്ച് കച്ചവടം നടത്തുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദുവിന് അള്ളാഹുവിന്റെ പടം വരച്ച് കച്ചവടം നടത്താനോ പിന്നെ മോസ്കിൽ കയറി ഇതുപോലെ പിന്നെ പ്രവാചകന് ഉമ്മ വയ്ക്കാനോ സാധിക്കോ? പൊട്ടിത്തെറിക്കാൻ തയ്യാറാണെങ്കിൽ പക്ഷേ സ്വയം പൊട്ടിത്തെറിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കത് ചെയ്യാം, ഇല്ലേ? ആ പരിസരത്ത് നമുക്ക് പോയി നിന്നൊരു ഫോട്ടോ എടുക്കാൻ കഴിയോ? ചാർലി ഹെബ്ദോയുടെ അനുഭവം ഉണ്ടല്ലോ ഫ്രാൻസിലെ. ചാർലി ഹെബ്ദോയുടെ ഒരു പടം വരച്ചതിനാണ്, നബിയുടെ പടം വരച്ചതിനാണ് അവിടെ വലിയ ആക്രമണം. ഇപ്പൊ ഈ പിന്നെ റാണ പദ്ധതിയിട്ടിരുന്ന ഡച്ച് പത്രമാധ്യമം തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നതും പ്രവാചകന്റെ പടം ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഒരു വിഭാഗം അവരുടെ മതത്തിന്റെ കാര്യത്തിലോ അവരുടെ ആചാരങ്ങളുടെ കാര്യത്തിലോ അവർ പറയുന്ന അവരുടെ നിലപാടുകളിലോ കയറി ചെല്ലരുത്. ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ആരും കയറി വരേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കയറി വരാം, എന്തും ചെയ്യാം, എന്തും കാണിക്കാം. നവോത്ഥാനമൊക്കെ നടപ്പിലാക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോ പള്ളിക്കകത്ത് സ്ത്രീയെ കയറ്റണം എന്ന് പറഞ്ഞ് ഇവിടെ വനിതാ മതിലോ നവോത്ഥാന മതിലോ കെട്ടാൻ ആരെങ്കിലും തയ്യാറാവുമോ? പക്ഷെ വെറുതെ ഇരിക്കുന്ന അയ്യപ്പന്റെ നെഞ്ചത്ത് കയറാൻ പോകും. അതെ, രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോസ്റ്റ് കണ്ടതാണ് മുമ്പൊരിക്കലും, ഒരു പോസ്റ്റ്. അതിൽ ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീ ഒരാൾ ഷോർട്ട് ഫിലിം എടുക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ ഒരു സ്ത്രീ വാങ്ക് വിളിക്കുന്നതായിട്ട് ചിത്രീകരിച്ചാൽ കുഴപ്പമുണ്ടോ എന്നാണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഞാനൊരു LIC ഏജന്റാണ്, നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്താൽ എനിക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടും, നിങ്ങളുടെ കുടുംബത്തിന്. ഇതാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സംയുക്തത്തിൽ നിൽക്കുന്ന വളരെ കൺഫൈൻഡ് ആയിട്ട് ഒരു ഇതിനകത്ത് മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു ചിന്താധാരയ്ക്ക് അതിനപ്പുറം ചെയ്യാൻ കഴിയില്ല. അവർ പ്രകോപിതരായി കഴിഞ്ഞാൽ ആയുധമെടുക്കുക, ആക്രമിക്കുക എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ല, അവർ ആക്രമിച്ചാലോ ചോദ്യം ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. അവർ ആക്രമിച്ചാൽ ഇവിടെ ഒരു ചർച്ച നടക്കുമോ? മുർഷിദാബാദിൽ ഈ ഹിന്ദുക്കൾ മുഴുവൻ പലായനം ചെയ്യുന്നു. മുസ്ലിങ്ങളായ തീവ്രവാദികൾ, നല്ലവരായ മുസ്ലിങ്ങളെന്നല്ല ഞാൻ പറയുന്നത്, തീവ്രവാദികളായ മുസ്ലിങ്ങൾ ആക്രമണം അഴിച്ചുവിട്ട് ഹിന്ദുക്കളെ മുഴുവൻ ഇല്ലാതാക്കുന്നു. എത്ര മാധ്യമങ്ങൾ ഇവിടെ അന്തിച്ചർച്ച നടത്തി? ഒരിക്കലും നടത്തില്ല. കേരളത്തില് സന്യാസി വേട്ട നടത്തിയ സംസ്ഥാനമാണ്. മറ്റൊരിടത്ത് സന്യാസിയുടെ ജഡ വരെ ഷേവ് ചെയ്ത് കളഞ്ഞ സംസ്ഥാനമായത്. എവിടെ ഒരു ആശ്രമം മുഴുവൻ കത്തിച്ചു. 10-20,000-ഓളം പുസ്തകങ്ങൾ ആശ്രമത്തിന്റെ ശേഖരമായിട്ടുണ്ടായിരുന്നത് മുഴുവൻ ഇല്ലാതാക്കി. ശബരിമലയിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഭാർഗവറാമിനെ പോലുള്ള ബ്രഹ്മചാരികളെ, സന്യാസിമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത മറ്റൊരിടത്ത് നടക്കില്ല. ഉത്തരേന്ത്യയിലെങ്ങാനും അറസ്റ്റ് ചെയ്ത പോലീസുകാരുടെ തീരുമാനം ഒരു വിധിയായനെ. കാരണം ജഡാധാരിയായ സന്യാസിയാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നത്. എങ്ങനെ നടക്കും ഇത് കേരളത്തിലില്ലാതെ? ഇതിപ്പോ വിജയ്ക്ക് കിട്ടിയ തമിഴ്നാട്ടിൽ ഒരു നല്ല ചർച്ചയ്ക്ക് വിധേയമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ തിരിച്ചടിയോടുകൂടി അവർക്ക് ഒരു പാഠം പഠിക്കുകയും ഈ പ്രീണന നയം അവസാനിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും.